Good afternoon, dear children. Good afternoon. Can you hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് തമ്പി ഉയർത്തി കാണിച്ച്. ഓക്കെ, താങ്ക് യു. മിസ്സിനെ ഇന്ന് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് കേട്ടോ. ഇവിടുത്തെ വീഡിയോ എന്തോ ഒരു ചെറിയ കംപ്ലൈന്റ് ആയിട്ടുണ്ട്, ക്യാമറ. അതുകൊണ്ട് മിസ്സിന്റെ വീഡിയോ ഓൺ ആവില്ല കേട്ടോ. നമ്മൾക്ക് നിങ്ങളെ കാണുന്നുണ്ട് എനിക്ക്. ഇവിടുത്തെ ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. രാവിലത്തെ ക്ലാസ്സിലൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം വന്ന ക്ലാസ്സില്. Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ. ക്യാമറ ഓൺ ആവുന്നില്ല. ഓക്കെ, അതൊന്ന് Good afternoon. സൈലൻസ് പ്ലീസ്. ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ടില്ല. എന്താണ്? ഡിറ്റേഷൻ ഉണ്ട്. എന്താണ്? ഏക് സേ ബീസ് തക്കാണോ? ഏക് ദോ തീൻ. അതെ, ഞാൻ ഇന്നത്തെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. രാവിലെ ഓഫ്ലൈൻ ക്ലാസ്സിൽ 1 മുതൽ 20 വരെ എഴുതാൻ പറഞ്ഞു. നിങ്ങൾക്കൊരു 5 മിനിറ്റ് ആ സമയം അങ്ങനെ ചെയ്യാം അല്ലേ? അപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ല ക്ലാസ്സിൽ, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ക്ലാസ് ഗ്രൂപ്പിൽ ഇടട്ടെ. Smile please. Ifra, look here. Okay. Miss എന്റെ ഗ്രാൻഡ് മദർ മരിച്ചോണ്ട് കുറേ ദിവസം ക്ലാസ് കയറിയിട്ടില്ല. ആരാണ് ഈ പറഞ്ഞത്? ഇഫ്ര. ഗ്രാൻഡ് മദർ? അതെയോ? അതെപ്പോഴാ മോളെ? കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂൾ അഫിലിയേഷൻ കിട്ടിയ ആനിവേഴ്സറി, അതിന് മുമ്പേ ആണോ അഫിലിയേഷൻ കിട്ടിയ നമ്മുടെ അതിന് മുമ്പേ ആണോ? വരുന്ന ദിവസം. ഓ അതെയോ? മോളെ അന്ന് കണ്ടതല്ലേ? അതെ. ഇപ്പൊ ക്ലാസ് കിട്ടിയില്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ് കാണുക. ഇനി ഏതെങ്കിലും പാഠഭാഗം ക്ലിയർ, ഇനി യൂട്യൂബ് ക്ലാസ്സും കിട്ടിയില്ലെങ്കിൽ ഏത് ഭാഗത്തെയാണ് കിട്ടാത്തതെന്ന് വെച്ചാൽ മിസ്സിന് ആ ഫോട്ടോ, ടെക്സ്റ്റ് ബുക്കിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരിക. അത് ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. പേജ് നമ്പർ എത്ര? ഇന്ന് നമ്മൾ റിവിഷൻ ആണ്. റിവിഷൻ ലെസൺ 8 അല്ലേ ഇന്നത്തെ റിവിഷൻ നമ്മൾ പറഞ്ഞത്? ലെസൺ 8 മുതലാണ് നമ്മൾ പഠിക്കേണ്ടത്. അതെ, അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഡിറ്റേഷൻ ഉണ്ട്. അതായത് നമ്പേഴ്സ് ഹിന്ദി ഗിൻതി 1 से 20 തക്ക് ലിഖോ. അതായത് 1 മുതൽ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് നോട്ട്ബുക്കിൽ എഴുതുക. Then take your notebook, take back page and write. Write fast. അനിക്കയൊക്കെ ഇന്ന് രാവിലെ എഴുതിയതല്ലേ മോളെ? ഞാൻ വീണ്ടും എഴുതണോ? ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നവർ വീണ്ടും എഴുതുന്നുണ്ടോ? സേ ആൻഡ് റൈറ്റ്. അവിടുന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതണം. പറഞ്ഞെങ്കിൽ മാത്രമേ അത് പഠിക്കുള്ളൂ. സ്പീഡിൽ പറഞ്ഞ് പഠിക്കുക.
ഒത്തിരി സമയം തരില്ല, ഞാൻ ടൈം വാച്ച് ചെയ്യുന്നുണ്ട്. 2:35, 2:40 ആകുമ്പോൾ ക്ലോസ് ചെയ്യാം. ഇഫ്ര, ആർ യു ഫിനിഷ്? എഴുതി വേഗം. അനഘ, ആർ യു ലേറ്റ്? അപ്പൊ ഇവിടെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹിന്ദി ഗിനത്തി 1 से 20 तक लिखो. 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് എഴുതാൻ വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഡിറ്റേഷൻ ഉണ്ടെന്നത് അത് ചെയ്യാം. ഓക്കെ, then all of you check your answer sheet. എനിക്ക് അയച്ചു തരണ്ട, നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക, ഏതാ തെറ്റിയിട്ടുള്ളത് നോക്കുക, തെറ്റിയത് വീണ്ടും പഠിക്കുക കേട്ടോ. ഇപ്പോ ഇത് ഞാൻ ക്ലാസ്സില് ടീച്ചറെ 10 കഴിഞ്ഞ ടീച്ചറെ 10 കഴിഞ്ഞ എത്രയാണ്? അത് പറഞ്ഞു പഠിക്കാത്തതുകൊണ്ടാ കിട്ടാത്തത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പഠിക്കുക, അതിനുശേഷം എഴുതി പഠിക്കുക. 10 കഴിഞ്ഞാൽ 11 ആണ്. 11 ക്ലാസ്സിൽ ഞാനിത് അവരെ കൊണ്ട് പറയിപ്പിച്ചു അല്ലേ അനിഹ? 14. ഓക്കെ ഓക്കെ. ജുവൽ ഒന്ന് വായിച്ചു കേൾക്കണല്ലോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, വെരി ഗുഡ്. ഇഫ്ര, ആൻഷിയ കഴിഞ്ഞു അല്ലേ? ആൻഷി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. വെരി ഗുഡ്. കുര്യൻ ഞാൻ എഴുതി തീർന്നില്ല മിസ്സേ. സാരമില്ല, ഇനി എഴുതാനുള്ള ടൈം ഇല്ല, കഴിഞ്ഞു. ഈ പീരീഡ് ഫുള്ള് എഴുതാനാണോ പ്ലാൻ? ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചേ, നോക്കട്ടെ പറയാൻ അറിയോന്ന്.
വീഡിയോ ഓൺ ചെയ്യ് അനിഹ. ഇനി ഞാൻ കുര്യനെ വിളിക്കില്ല കേട്ടോ. അനിഹ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ. ചൗരഹ് എന്നല്ല ചൗദഹ് എന്നാണ് കേട്ടോ. എറിക്ക്. 1 2 3 4 5 6 7 8 9 10 11 11 12 13 14 15 16 സോലഹ്. 17 സോലഹാണ്. സോലഹ്. 16 18 19 20. കറക്റ്റ്. വെരി ഗുഡ്. ഇഫ്ര. വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. അതൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അറിയില്ല. ഇഫ്ര ഇപ്പം ബാക്കോട്ട് ആണല്ലോ. പഠിക്കുന്നില്ല അല്ലേ മുഹമ്മദ് അഫ്ല? ലൗഡ്ലി അഫ്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. വെരി ഗുഡ്. ടെസ മരിയ. ടെസ മരിയ പോയോ? എവിടെ പോയി? ആളില്ല. മുഹമ്മദ് റാസി. ആ കേറിയതേ ഉള്ളൂ എന്നാ പറയാം. ഇല്ല പേജ് നമ്പർ ഒന്നുമില്ല. റാസി പേജ് നമ്പർ ഒന്നും ഇല്ല. 1 2 3 പറയാനാണ് 20 വരെ. സേ ലൗഡ്ലി. 1 2 3 4 5 7 8 9 10 ബാക്കി പഠിക്കണം കേട്ടോ. ഓക്കെ. മിസ്സിന്റെ വീഡിയോ ആണല്ലോ. മിസ്സിന്റെ വീഡിയോ ഇന്ന് ഓൺ ആവില്ല. ഓക്കെ. read. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ. വെരി ഗുഡ്. ടെസ ഞാൻ വിളിക്കുമ്പോ നീ അപ്രത്യക്ഷമായി പോയി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 19 20. ഓക്കെ. ഡൊമിനിക്. മിസ് കണക്ട് അല്ലായിരുന്നു, ഇപ്പളാ കണക്ട് ആയേ. ആ മതി, ഇപ്പൊ കണക്ട് ആയാ മതി. പറഞ്ഞോ, A മുതൽ B വരെ പറഞ്ഞോ. എന്തിനാ മ്യൂട്ട് ചെയ്തത്?
നോക്കണ്ട ബുക്കിൽ നോക്കാതെ പറയാൻ അറിയില്ല. മ്യൂട്ടായിട്ടാ ഉള്ളത്. അൺമ്യൂട്ട് ചെയ്യേ. എല്ലാരും മേക്ക് മുതൽ വരെ എഴുതി. ഇപ്പൊ 1 2 3 4 5 6 7 5 കഴിഞ്ഞാൽ ചെഹ്. പറഞ്ഞു. ചെഹ് സാത്ത്. ഇതാരാ അവിടെ പിറുപിറുക്കുന്നേ? അമ്മയാണോ? ചെഹ് കഴിഞ്ഞ അടുത്ത എത്രയാ? അടുത്ത നമ്പർ എത്രയാ? 7 8 7 8. നാളെ പഠിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടോ. ബിന്യ 1 2 3 4 5 6 7 8 9 10 11 12 13 ബാരഹ് ആണ് കേട്ടോ. ബാരഹ് തേരഹ് 14 15 16 17 18 അഡാരഹ് 19 20. വെരി ഗുഡ്. അപ്പൊ ചൗരഹ് എന്നല്ല വേണ്ടത്, ചൗദഹ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി എവിടെ ആരാണുള്ളത്? ലാസ്റ്റ് കുര്യൻ പോയി വീണ്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ റിവിഷൻ പേജിന് പാഠ് 8 ബിമാരി കാ ഫിർ ക്യാ കാം അതാണല്ലേ. അതില് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. എന്താണ്? ശബ്ദാർത്ഥ് പേജ് നമ്പർ 42 നിങ്ങൾ അവിടെ മാർക്ക് ഇട്ട് വെച്ചോ. അല്ല, മാർക്കല്ല, അവിടെ ടിക്ക് ഇട്ട് വെക്കുക പഠിക്കേണ്ടതാണെന്നുള്ള. ശബ്ദാർത്ഥ് കണ്ടില്ലേ അവിടെ? പസന്ത്. പേജ് നമ്പർ 42 എടുക്കുക. അവിടെ ശബ്ദാർത്ഥ് കൊടുത്തിട്ടുണ്ട്, സമാനാർത്ഥി ശബ്ദമുണ്ട്. അത് രണ്ടും അവിടെ ടിക്കിട്ട് വെക്കുക. പഠിക്കേണ്ടതാണത്. പഠിച്ചു. ഓക്കെ, അത് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ശബ്ദാർത്ഥ്. അപ്പൊ അവിടെ നിങ്ങൾ ഹിന്ദി അർത്ഥമായാലും ഇംഗ്ലീഷ് മീനിങ് ആയാലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇത് പഠിക്കേണ്ടത്? പസന്ത്, അച്ഛാ ലഗ്ന, ടു ലൈക്ക്, ദാദി, പിതാ കി മാം, ഗ്രാൻഡ് മദർ, സമച്ചായ, അച്ചി തരഹ് ബദായ, എക്സ്പ്ലെയിൻഡ്. അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ഏതെങ്കിലും ഒരു മീനിങ് നിങ്ങൾ എഴുതിയാലും, ഏത് മീനിങ് എഴുതിയാലും മാർക്ക് തരും. രണ്ടും എഴുതണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും കുഴപ്പമില്ല. പിന്നെ അംഗ്രേജി ശബ്ദ് ലിഖോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീനിങ് തന്നെ വേണം കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതൊക്കെയാ ശബ്ദാർത്ഥ്, സമാനാർത്ഥി ശബ്ദം അല്ലേ. പിന്നെ എന്താണ്? പേജ് നമ്പർ 43 ലിഖിത് പ്രശ്ന അല്ലേ. रिमझिम ने घर के बाहर कैसी चाट दी देखी. റിംചിം വീടിന്റെ പുറത്തോട്ട് വന്നപ്പോൾ എങ്ങനത്തെ ഇതാണ് കണ്ടത്? ജുവൽ ഞാൻ പറയാം മിസ്സേ. ജുവൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറ ജുവൽ. ഞാൻ ജുവലിനോടല്ലേ ചോദിച്ചത്? चार बिना टकी पड़ी है जिस पर मक्खियों बिना बिना रही है. जिस पर मक्खियां भिन भिना रही है. बिना बिना नल्ला भिन भिना. चाट बिना टकी पड़ी है जिस पर मक्खियां भिन भिना रही है. അവിടെ ചാട്ട് തുറന്നു വെച്ചിരിക്കുകയാണ്, അതിന്റെ മുകളിൽ നിറയെ ഈച്ചകൾ വന്നിരിക്കുകയാണ്.
അതാണ് കണ്ടത്. മക്കീനെ റിംചിം സെ ക്യാ കഹാ? ഞാൻ പറയാം മിസ്സേ. മക്കി റിംചിമിനോട് എന്താണ് പറഞ്ഞത് ആൻഷി? मक्खी ने रिमझिम से कहा, मुझे ना सिखाओ, मैं करती हूँ अपना काम. तुम तो चाट मजे से गाओ, देकर चाट का पूरा दाम. അതെ, എന്താണ് മക്കി ബോലി മുച്ചേന സിഖാവോ, നീ എന്നെ പഠിപ്പിക്കണ്ട. മേ കർത്തി ഹൂം അപ്പനാക്കാം, എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ അറിയാം. തും തോ ചാട്ട് മജേസെ ഖാവോ, നീ നിന്റെ പണിയെടുത്തോ. എന്താണ് നിങ്ങൾക്ക് ദേക്കർ ചാട്ടുക പൂരാതാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മുഴുവൻ പൈസയും കൊടുത്ത് അത് വാങ്ങിയിട്ട് കഴിച്ചോളൂ, അല്ലാതെ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. रिमझिम की आंखें कब खुल गई? रिमझिम की आंखें कब खुल गई? ടെസാ മരിയ, അനിഹ ഇന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലേ? ക്ലാസ്സിൽ നമ്മൾ ചെയ്തതല്ലേ? അപ്പൊ ഓൺലൈൻ ക്ലാസ്സിലുള്ളവരെ ഒന്ന് പരിഗണിക്കണ്ടേ? ടെസാ, റിംചിം കി ആങ്കേ കബ് ഖുൽ ഗയി, റിംചിമിന്റെ കണ്ണുകൾ എപ്പോഴാണ് തുറന്നത്? मक्खी की बात सुनकर रिमझिम की आंखों गई. ആഖേം ഖുൽ ഗൈ. ആങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ. ആഖേം എന്ന് പറഞ്ഞാൽ ഐസ്, കണ്ണുകൾ. മക്കിക്ക് ബാത്ത് സുൻകർ അല്ലേ? മക്കി ആ പറഞ്ഞ കാര്യം കേട്ടിട്ടാണ് റിംചിമിന്റെ കണ്ണുകൾ തുറന്നത്. റിംചിമിനെ അമ്മ ഓർ ദാദി സെ ക്യാ വാദ കിയാ? റിംചിം അമ്മയും ദാദിയോടും എന്താണ് പ്രതിജ്ഞ ചെയ്തത്? ഞാൻ പറയാനാണ്. യെസ്, എറിക് അഗസ്റ്റിൻ. रिमझिम ने अम्मा दौर अंदर दादी से वादा किया, मैं खाऊंगी घर का खाना, घर का रवाना दूध पी. എന്താടാ ഇത്? दूध पीऊंगी सुबह और शाम. ഇന്ന് വൈകുന്നേരം ആവുമോ? അവൻ തന്നെ വായിച്ചിട്ട് ഭയങ്കര സംശയം പോലെ ഇരിക്കുന്നത്. അക്ഷരങ്ങൾ കൂട്ടി കൂട്ടി വായിക്കേ. അടി മേടിക്കും നീ ക്ലാസ്സിലോട്ട് വാ, ശരിയാക്കി തരാം നിനക്ക്. കൂട്ടി വായിക്കേ. ഇപ്പം എന്റെ ക്ലാസ്സിൽ റിവിഷൻ നടക്കുവാണ്. അപ്പൊ ഞാൻ എഴുതിക്കുവാണ് ഇവിടുന്ന് ചെയ്യുന്നത്. അപ്പൊ എറിക്ക് ഇന്ന് എപ്പോഴാണ് വരേണ്ടത്? വെനസ്ഡേ വരെയല്ലേ ഉള്ളൂ അല്ലേ? അതെ അതെ. സാരമില്ല, അടുത്ത മാസം തൊട്ട് നമുക്ക് എല്ലാ ദിവസവും വരാനാക്കാം. അപ്പൊ എങ്ങനെയാ അത് വായിക്കണ്ടേ നോക്കിയോ. മേ ഖാവൂങ്കി ഘർ കാ ഖാന, ഞാൻ എൻ്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കും. ദൂത് പീയൂങ്കി സുബഹ ഔർ ശാം, രാവിലെയും വൈകുന്നേരം ഞാൻ പാല് കുടിക്കും. ഖൂബ് ഖേലൂങ്കി സൈർ കരൂങ്കി ബീമാരി കാ ഫിർ ക്യാ കാം, എന്താണ്? ധാരാളം വെള്ളം കുടിക്കും. പിന്നെന്താണ്? ഞാൻ കളിക്കും. പിന്നെന്താണ്? വ്യായാമങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ റിംചിം എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യില്ല. വീട്ടിലെ ഒരു കാര്യം അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അല്ലേ? പുറത്തുള്ള ഫുഡ് അവൾക്ക് ഇഷ്ടം, വീട്ടിലത്തെ ഒരു കാര്യവും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഇതാണ് പറഞ്ഞത്. വേറെ എന്താണ്? അന്നപ്പോ അത് പഠിക്കണം. നമ്പർ 2 ലിഖിത് പ്രശ്നം ഉത്തർ ലിഖോ എന്നുള്ള ആ 4 ക്വസ്റ്റ്യന്റെ ആൻസറും പഠിക്കണം.
പിന്നെ വരുന്നത് വേറെ ഒന്നും ഇതിലില്ല. പിന്നെ പേജ് നമ്പർ 44 ലിംഗ് ബദലോ എന്ന് കണ്ടോ? ചേഞ്ച് ദ ജെൻഡർ. ഫസ്റ്റ് വേർഡ് ഈസ് മമ്മി. ഇപ്പൊ നമ്മൾ സ്ത്രീലിംഗ് പുല്ലിംഗ് പഠിച്ചില്ലേ? അപ്പൊ മമ്മി എന്നുള്ളതിന്റെ പുല്ലിംഗായിട്ട് വരുന്നത് പാപ്പ. ചാച്ച, ചാച്ചി, ദാദാ, ദാദി, ദാദ എന്നാണെങ്കിൽ ദാദി എന്ന് പറയും. ദാദി എന്ന് വരുമ്പോ ദാദ എന്ന് എഴുതും. ലടുക്കി, ലടുക്ക. കറക്റ്റ്. അപ്പൊ അത് പഠിക്കണം കേട്ടോ. ഇപ്പൊ ഈ 8ാമത്തെ ചാപ്റ്ററിൽ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ശബ്ദാർത്ഥ്, സമാനാർത്ഥി ശബ്ദ്, ഉത്തർ ലിഖോ, ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞ ലിംഗ് ബദലോ. അത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക കേട്ടോ. ഇനി ആ പാഠഭാഗത്തിലൊന്നും ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പാഠമൊന്നും വായിക്കാനൊന്നും പോകണ്ട. ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ആ നോട്ട് ബുക്കിൽ എഴുതി നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇന്ന് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഈ പാഠഭാഗം പഠിപ്പിക്കുമ്പോന്നല്ല റിവിഷൻ ചെയ്യുമ്പോൾ ഞാൻ ഈ കുട്ടികളോട് ഇത് വായിക്കാൻ പറഞ്ഞു. റാസിയുടെ അടുത്തുനിന്നാണ് സൗണ്ട് കേൾക്കുന്നത് വല്ലാതെ. അപ്പം ക്വസ്റ്റിന്റെ ആൻസർ നോട്ട് ബുക്ക് നോക്കി വായിക്കാൻ പറയുമ്പോൾ ക്വസ്റ്റിന്റെ ആൻസർ ഒന്നും എഴുതിയിട്ടില്ല. 8ാമത്തെ ലെസണേ അവർ എഴുതിയിട്ടില്ല. അവരെയൊക്കെ എനിക്ക് ഇന്ന് വൈകുന്നേരം പോയിട്ട് വിളിക്കണം. വീട്ടിൽ പോയിട്ട് ആ പേരൊക്കെ എഴുതി. 3ാം ക്ലാസ്സിലല്ലേ അനിഹ നമ്മൾ ഇന്ന് പറഞ്ഞത്? യെസ്. ഇപ്പൊ നമ്മള് ഇന്ന് 3ാം ക്ലാസ് അല്ല, നിന്റെ കാര്യമല്ല. ഇന്ന് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായ കുട്ടികളില് ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ച പോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിലും ചെയ്തത്. ആ കുട്ടികളെ കൊണ്ട് നോട്ട് ബുക്ക് നോക്കി അതിന്റെ ആൻസർ ഒന്ന് വായിപ്പിച്ചു. വായിപ്പിക്കണമെങ്കിൽ ബുക്കിൽ നോട്ടിൽ എഴുതിയിട്ടില്ല. അപ്പൊ അവരുടെ പേര് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പൊ ആ പേരിൽ എഴുതിയെടുത്തവരുടെ പേരൊക്കെ എടുത്ത് വൈകുന്നേരം എനിക്കൊന്ന് അവരെ വിളിക്കണം. അപ്പൊ ഇത്രയും നാൾ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ചുമ്മാതെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറും ശബ്ദാർത്ഥം ടൈപ്പ് ചെയ്ത് തന്നിട്ട് നിങ്ങൾ അതൊന്നും എടുത്ത് എഴുതാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇനിയിപ്പോ ഈ കൂട്ടത്തിലും ഉണ്ടാവും കുറെ പേര്. നോട്ട് ബുക്ക് ചെക്ക് ചെയ്യും പറയാം. നീ ഒന്നും പറയണ്ട, നീ ആൻസർ ഒന്നും പഠിച്ചില്ലല്ലോ എറിക്ക്. അടുത്ത മൺഡേ. ഞാൻ 9ാമത്തെ പാഠവും 8ാമത്തെ പാഠവും പഠിച്ചു. ഓക്കെ. അപ്പോ നെക്സ്റ്റ് പാട് നൗ സുബഹ് ഹോ ഗയില്. ഇനിയിപ്പോ അവിടെ എന്താണ്? അവിടെ ഇതുപോലെ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തോ. ശബ്ദാർത്ഥ് പേജ് നമ്പർ 48 ശബ്ദാർത്ഥ്, സമാനാർത്ഥി ശബ്ദ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അവിടെ സ്റ്റഡി എന്ന് എഴുതുക. ശബ്ദാർത്ഥം, സമാനാർത്ഥി ശബ്ദം. പിന്നെ അവിടെ വരുന്നത് ലിഖിത് പ്രശ്നം നമ്പർ 2 ഉത്തർ ലിഖോ എന്നുള്ളതില്ലേ? चिड़िया सुबह सुबह क्या करने लगती है? सूरज का उजाला होने पर कौन कहाँ छिप गए? അതെല്ലാം പഠിക്കണം. ആ 4 ക്വസ്റ്റ്യൻ ആൻസറും പഠിക്കണം. പിന്നെ പിന്നുള്ളതേതാ? പിന്നെ ഒന്നുമില്ലേ? പിന്നെ ഒന്നും ഇല്ലേന്നോ? ഇനിയുണ്ട്. ഇനിയിപ്പോ ഇവിടെ വരുന്ന പേജ് നമ്പർ 50 കണ്ടോ? ഉൾട്ടേ അർത്ഥേ വാലെ ശബ്ദ ലിഖോ. 50 ഓപ്പോസിറ്റ് വേർഡ്. ആ ഓപ്പോസിറ്റ് വേർഡ് നന്നായിട്ട് പഠിക്കണം. ഏതൊക്കെയാണ്? ആവോ, ജാവോ, ഉജിയാര, അന്ധിയാര, ദേർ, ജൽദി, ജുൽദി, മീഠി, മിട്ടി. മിട്ടി അല്ല, മിട്ടി എന്ന് പറഞ്ഞാല് മണ്ണാണ്, മണ്ണ്. മീഠി എന്ന് പറഞ്ഞാല് മീഠി എന്ന് പറഞ്ഞാല് മീഠി എന്ന് പറഞ്ഞാൽ സ്വീറ്റ്. ഇവിടെ സ്വീറ്റ് എന്നുള്ള മീനിങ് ആണ്. മീഠി, കഡ്വി, അച്ചാ, ബുര, സോന, ജാഗിന.
അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഇരിക്കുന്നതിൽ ഈ പേജ് നമ്പർ 51 തന്നെ കാണിച്ചു എല്ലാരും. പേജ് നമ്പർ 51 ഇങ്ങോട്ട് കാണിച്ചേ. ആൻഷിയുടെ കുഴപ്പമില്ല. എറിക്ക നേരെ പിടിച്ച് എറിക്ക്. കാണുന്നില്ല പേജ് നമ്പർ 50. അതെന്താ ഞാൻ ആ പേജ് നമ്പർ 50 അവിടെ നിൽക്ക്. മുഹമ്മദ് റാസി. ജുവൽ, വെർ ഇസ് യുവർ ടെക്സ്റ്റ് ബുക്ക്? ഡൊമിനിക്ക് കാണട്ടെ പേജ് നമ്പർ 50. അപ്പളാ കാണട്ടെ. ആ പിക്ചറാ എനിക്ക് കാണേണ്ടത്. അവിടെ കളർ കൊടുക്കാൻ പറഞ്ഞ പിക്ചറിൽ എത്ര പേര് കളർ കൊടുത്തിട്ടുണ്ട്? എത്ര പേര് കൊടുത്തിട്ടുണ്ട്? എറിക്കില്ല, അഫ്ല, റാസി, ജുവൽ, ഡൊമിനിക് കളർ കൊടുത്തു. ടെസ കളർ കൊടുത്തോ? അതെന്താ ക്രയോൺസ് ഇല്ലേ വീട്ടില്? അടുത്ത ദിവസം ഞാൻ ചോദിക്കും അതിന് കളർ കൊടുത്തിട്ടുണ്ടോന്ന്. എടാ അതൊക്കെ നല്ല ഫണ്ണല്ലേ? അതൊന്നും കളർ കൊടുക്കാൻ പറ്റുന്നില്ല. ആൻഷി വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. അപ്പോൾ ആ മോറിനും പേടിനൊക്കെ നല്ല കളറൊക്കെ കൊടുത്ത് എന്ത് ഭംഗിയുണ്ടാവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നേ? ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ അതിന് പറഞ്ഞ വർക്കൊക്കെ ചെയ്ത് വെച്ചൂടെ? ഇതൊക്കെ കാണുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ വെറുതെ കുത്തിപ്പിടിച്ചിരുന്നു, കുറേ എഴുതി. ഇങ്ങനെ ഇരുന്നിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുമ്പോഴാണ് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവുന്നത്. അദ്വൈതയെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? ഒന്ന് കാണട്ടെ തന്നെ. പിന്നെ വേറെ ഒന്നുമില്ല. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ 2 പാഠഭാഗത്ത് എന്തൊക്കെയാ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. അത് ശ്രദ്ധിക്കുക. നമ്മൾക്ക് എക്സാമിന് 3 ലെസണാണുള്ളത്. 8, 9, 10. നന്നായിട്ട് പഠിക്കാം. 10ൽ ഇപ്പൊ എന്തൊക്കെയാ പഠിക്കേണ്ടത്? അതേപോലെ തന്നെ ശബ്ദാർത്ഥ്, സമാനാർത്ഥി ശബ്ദ്, ഉത്തർ ലിഖോ. എന്താണ് ഈ 10th ലെസണിന്റെ കിസ്നെ കിസ്സെ കഹ എന്ന് മിസ് പറഞ്ഞു തരുവാ? ഹമേ അപ്പനി ജാൻ ബച്ചാനെ കാ കുച്ച് ഉപായ് കർണ ചാഹിയെ. അത് ഞാൻ എഴുതി തരാന്ന് പറഞ്ഞതാണ് അല്ലേ? അത് ഞാൻ വിട്ടുപോയി കേട്ടോ. നമ്മൾക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഉപായം കണ്ടെത്തണം. ആരോട് പറഞ്ഞു? കിസ്നെ കിസ്സെ കഹ? ചൂഹ ചൂഹോട് പറഞ്ഞു. ചൂഹാനെ ചൂഹാനെ ചൂഹോംസെ ബോല അല്ലെങ്കിൽ കഹ. എലികളോട്, അതില് മുതിർന്ന എലി. നേതാ ചൂഹയല്ല ഇവിടെ പറഞ്ഞത്. എത്ര നമ്പർ ചൂഹയാ പറഞ്ഞത്? എവിടെയാ അത് കണ്ടത്? പേജ് നമ്പർ 51 അല്ലേ? ഏക് ചൂഹ ബോല അല്ലെ? ഏക് ചൂഹ എന്നാണ്. ഏക് ചൂഹാനെ ചൂഹോംസെ ബോല കഹ. ബോല എന്ന് പറഞ്ഞാലും പറഞ്ഞു എന്നാണ്, കഹ എന്ന് പറഞ്ഞാലും മീനിങ് പറഞ്ഞാണ്. ഏക് ചൂഹ ചൂഹോംസെ കഹ. അതാണ് അതിന്റെ ആൻസർ. നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ ചോദിക്കില്ല കേട്ടോ എക്സാമിന്. നെക്സ്റ്റ് നോക്കിയേ. പഹലെ യഹ് ബതാവോ കി ബില്ലി കെ ഗളെ മേ ഖണ്ഡി ബന്ധേഗ കോൻ? ആദ്യം ഇത് പറയൂ, ബില്ലിയുടെ കഴുത്തിൽ ആരാണ് ഖണ്ഡി മണി കെട്ടുക? കിസ്നെ കിസ്സെ കഹ? നേതാ ചൂഹയോട് പറഞ്ഞു. നേതാ ചൂഹാനെ കഹ. അല്ല, നേതാ ചൂഹ ആരോടാ പറഞ്ഞത്? ചൂഹോംസെ, അതായത് എലികളോട്. തും ബന്ധേഗ ആര് പറഞ്ഞു? ചൂഹ ചൂഹോനോട് പറഞ്ഞു. അല്ല. ഇവിടെ എവിടെയാ നമ്മൾ കണ്ടത്?
पेज नंबर 52 एक सुनते ही तुम बांधोगे कहते हुए चूहे आपस में लड़ने लगे इस लड़ाई को देखकर चूहा नंबर 18, 19 और 20 को अब 16, 17 नंबर के चूहे खुश होकर नाचने लगे അതിൽ ആരാ അത് പറഞ്ഞത് നേതാൻ ബനാ ചൂഹ ബോല इसमें खुश होने की बात नहीं है ചൂഹയാണ് പറഞ്ഞത് അല്ലേ ഈ ഓറൽ ക്വസ്റ്റ്യൻസിന്റെ ലാസ്റ്റത്തെ മിസ് തരാന്ന് പറഞ്ഞിനി അല്ല ഇതെന്താന്നറിയോ ഇതിന്റെ ആൻസർ തും ബന്ധോഗെ എന്ന് പറയുന്നത് നേതാ ചൂഹാനെ ചൂഹേ സേ ബോല ചൂഹേ സേ കഹ നേതാ ചൂഹയാണ് നിങ്ങളിൽ ആരാണ് കെട്ടുക എന്ന് ചോദിച്ചത് അല്ലേ ആരോടാ പറഞ്ഞത് എലികളോട് ചൂഹേസേ എലികളോട് പറഞ്ഞു പിന്നെ ഏതാണ് ഉത്തർ ബതാവോ ചൂഹോം കോ ബിൽ സേ ബാഹർ ദേക്കർ ബില്ലി ക്യാ കർത്തി थी അതിന്റെ ആൻസർ ആണോ യെസ് അത് ഉത്തർ ബതാവോ ആണ് നമുക്ക് ഓറൽ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അത് എക്സാമിന് നിങ്ങൾക്ക് എഴുതാനുണ്ടാവില്ല ഓറൽ ക്വസ്റ്റ്യൻ ചൂഹോം കോ ബിൽ സേ ബാഹർ ദേക്കർ ബില്ലി ക്യാ കർത്തി थी എലികൾ മാളത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് കണ്ടപ്പോൾ ബില്ലി എന്താണ് ചെയ്തത് മലയാളത്തിൽ പറഞ്ഞേ അൻഷി അതിനെല്ലാം പിടിച്ചു നിന്നു ആഹാ ബില്ലി എന്താണ് ചെയ്തതെന്നാ ചോദിച്ചത് ബില്ലി എന്താണ് ചെയ്തത് ചിതറി ഓടിയതല്ല അവരെ പിടിക്കാൻ നോക്കി എന്നല്ല പിടിച്ചു തിന്നു അല്ലേ അത് ഓരോരുത്തരെ ഓരോ ദിവസം തിന്നത് കണ്ടപ്പോഴാണ് എലികൾ പറഞ്ഞത് ഇനി നമ്മുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉപായം കണ്ടെത്തണം അവിടെ എന്താണ് ഇവിടെ ആൻസർ വരുന്നത് ചൂഹോം കോ ബിൽ സേ ബാഹർ ദേക്കർ ബില്ലി എന്താണ് മാർക്കർ ഖാ ജാത്തി थी അടുത്ത പാഠം എടുക്കുന്നില്ലേ അടുത്ത പാഠം എടുക്കുന്നില്ലേ ഈ എടുത്ത പാഠം നീ പഠിച്ചോ ഇവനെ കൊണ്ട് തോറ്റത് എടുത്ത പാഠം നീ പഠിച്ചോ യെസ് ഷുവർ ഒന്ന് ഓർപ്പിക്കണേ ഓക്കെ ഇത്രയും കാര്യങ്ങൾ അപ്പൊ 10ാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചോ ഇവിടെ ഒരു മിനിറ്റേ ഉള്ളൂ അല്ലെ ശബ്ദാർത്ഥ വേണം സമാനാർത്ഥി ശബ്ദ പിന്നെ പേജ് നമ്പർ 55 55 ഉത്തർ ലിഖോ നമ്പർ 2 റിട്ടൺ ക്വസ്റ്റ്യൻസ് അത് വേണം ഉൾട്ടേ അർത്ഥേ വാലേ ശബ്ദ കണ്ടോ അവിടെ ഭാഷാ കി ബാത്ത് എന്നുള്ള नंबर 1 एक अनेक दिन रात बड़ा छोटा बाहर अंदर सावधान असावधान बांधना खोलना അത് വേണം പിന്നെ വരുന്നത് അംഗ്രേജി ശബ്ദോംസേ മിലാൻ കരോ നമ്പർ 2 അത് ടിക്ക് ചെയ്യുക ലാസ്റ്റ് നമ്പർ 3 ലിങ്ക് ബദലോ ഇത്രയും കാര്യങ്ങളാണ് 10ാമത് ഇപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നു നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ഞാൻ ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരിക കേട്ടോ അതിനുശേഷം നമുക്ക് പുതിയ പാഠം എടുക്കാം കേട്ടോ എറിക്കേ ഇത്രയും പഠിച്ചിട്ട് വാ ഓക്കെ ബൈ ബൈ സി യു താങ്ക് യു താങ്ക് യു മിസ്